എല്ലാവർക്കും രുചി സ്പോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെമ്മീൻ കറിയാണ് ഉദ്ദേശിക്കുന്നത്. നാടൻ ചെമ്മീൻ കറിയാണ്, തേങ്ങ അരച്ച ചെമ്മീൻ കറിയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടത് 2 തക്കാളി, 3 പച്ചമുളക്, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പൊടി എന്നിവയും വേണം. ചെമ്മീൻ നമ്മൾ നല്ലപോലെ വൃത്തിയാക്കി വയ്ക്കുക. അതിൻ്റെ കൂടെ തേങ്ങ അരച്ചുള്ള ചെമ്മീൻ കറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു പിടി തേങ്ങ എടുത്തതിന് ശേഷം അത് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കേണ്ടതുണ്ട്. നല്ലപോലെ വൃത്തിയാക്കിയ ചെമ്മീൻ നമ്മൾ മസാല പുരട്ടി വെക്കേണ്ടതുണ്ട്. അതിനുശേഷം ഈ ചേരുവകളൊക്കെ കൂടെ നമ്മൾ അടുപ്പത്തേക്ക് വെക്കണം. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇവയും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇവയും കൂടെ ചേർത്തുകൊണ്ട് ഉപ്പും ചേർത്തുകൊണ്ട് നമ്മൾ അല്പം പുളിയും പിഴിഞ്ഞ് കൊഞ്ചൻ അതിലേക്ക് ആഡ് ചെയ്ത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കേണ്ടതുണ്ട്. കുറച്ചധികം വെള്ളം വയ്ക്കണം, എന്നാൽ മാത്രമേ അത് നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോഴേ അതിൻ്റെ ശരിയായ രുചി നമുക്ക് കിട്ടും. ആ ടൈമിലേക്ക് നമ്മൾ ചെറുകി വെച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കേണ്ടത്. തേങ്ങ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലപോലെ അരഞ്ഞ് കിട്ടേണ്ടതുണ്ട്, എന്നാലേ ഇത് കറിയിലേക്ക് യോജിച്ച് കിട്ടും. കൊഞ്ച് നല്ലപോലെ വെന്ത ശേഷം നമ്മൾ ഈ തേങ്ങ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. സ്വല്പം കൂടെ വെള്ളം കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കേണ്ടതുണ്ട്. ഈ തേങ്ങ ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. ശേഷം നല്ലപോലെ കൂട്ടി വെച്ച് നമുക്ക് 2-3 തിളച്ച് വരുന്ന സമയത്തേക്കും അത് നമുക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കൊഞ്ച് കറി വെക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല, പാകത്തിന് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ശേഷം ഇതിനകത്തേക്ക് നമ്മൾ കടുകും ഉലുവയും കൂടെ വറവ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഇതിനകത്തേക്ക് വരുമ്പോഴാണ് അതിൻ്റെ തനതായ രുചി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇത് കറി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ കടുകും ഉലുവയും കൂടെ പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. 2-3 ലീഫ് കറിവേപ്പില കൂടെ ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീൻ കറി റെഡിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ രുചിക്കൂട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.